നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. MDMAയുമായി 2 യുവാക്കളെ തൃത്താല പോലീസ് പിടികൂടി. സൗത്ത് തൃത്താല സ്വദേശി മുഹമ്മദ് മുർഷിദ്, മുടപ്പക്കാട് സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃത്താല സെന്ററിൽ കൂറ്റനാട് റോഡിൽ വെച്ച് യുവാക്കളുടെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് MDMA കണ്ടെത്തിയത്. തൃത്താല പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. യുവാക്കളുടെ പാന്റിന്റെ പോക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 4.89 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. പട്ടാമ്പി നടുവട്ടത്തിന് സമീപം വിദേശ മദ്യവിൽപ്പന നടത്തിയ കേസിൽ ഒരാൾ എക്സൈസിന്റെ പിടിയിൽ. എടപ്പലം സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. നടുവട്ടത്ത് വാടക കെട്ടിടത്തിൽ വെച്ച് അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയ കേസിലാണ് വിളയൂർ എടപ്പലം അമ്പാടി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ എക്സൈസ് പിടികൂടിയത്. 66 വയസ്സാണ്. ഇയാൾക്കെതിരെ പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. 1.5 ലിറ്ററോളം വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ ഉമാ രാജേശ്വരി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, ഉണ്ണി എന്നിവരും ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ ഇടിഞ്ഞു വീണ കൈപ്പുറം വിളയൂർ പാതയുടെ പുനർനിർമ്മാണത്തിന് 18 ലക്ഷം രൂപയുടെ ഭരണാനുമതി. കരിങ്കൽ കൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ നിർമ്മിക്കുക. ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് തീരുമാനം. 2 ആഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിലാണ് കൈപ്പുറം വിളയൂർ പാതയിലെ മൈലാടിക്കും ആക്കപ്പറമ്പിനും ഇടയിലുള്ള രാമച്ചകുന്ന് ഭാഗത്ത് റോഡിന്റെ വശം ഇടിഞ്ഞത്. 10 അടിയോളം താഴ്ചയിലേക്കാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണത്. ഇതോടെ ഈ പാതയിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കാത്തതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വശമിടിഞ്ഞത് പുനർനിർമ്മിക്കുവാൻ 18 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് മോസിൻ MLA ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് വേഗത്തിൽ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. 30 മീറ്ററോളം നീളത്തിൽ 5 മീറ്റർ ഉയരത്തിലുമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. സാങ്കേതിക അനുമതി കൂടി ലഭ്യമാക്കുന്നതോടെ ടെൻഡർ നടപടികൾ ആരംഭിക്കാനാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനകം ആരംഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചാലിശ്ശേരിയിൽ പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം. ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് എലിപ്പനി മൂലവും ഡെങ്കിപ്പനി മൂലവും 2 പേർ മരിച്ചത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ജില്ലാ മെഡിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. മുൻ MLA പനി ബാധിച്ച് മരിച്ചവരുടെ വീടുകളും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചു. രോഗബാധിതരെ കണ്ടെത്താനുള്ള പരിശോധനകൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും VT ബൽറാം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉൾപ്പെടെയുള്ളവരും VT ബൽറാമിനൊപ്പം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരും ലാബ് ടെക്നീഷ്യനും ഒക്കെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. പക്ഷേ അടിയന്തരമായി ഇക്കാര്യത്തിൽ കുറച്ച് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കാരണം ഇവിടെ ഒരു ഫോഗിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഒരു 10,75,000 രൂപ അതിന് ചെലവ് വരും. അതോടൊപ്പം ഇതിന്റെ ടെസ്റ്റ് നടത്താനുള്ള കിറ്റുകൾ, അതിന് സാമാന്യം നല്ല ചെലവുണ്ട്. ഒരു ആൾക്ക് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഏതാണ്ട് 250 രൂപയോളം ചെലവുണ്ട്. അപ്പോൾ അത് ഇല്ലാത്തത് കാരണമാണ് ഈ രോഗം തുടക്കത്തിൽ തന്നെ നിർണ്ണയിക്കാൻ കഴിയാതെ പോകുന്നത്. അങ്ങനെയാണ് രോഗികളിൽ നിന്ന് ഈ കൊതുക് വഴി മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകരുകയും ചെയ്തത്. അതുകൊണ്ട് ചാലിശ്ശേരി ആശുപത്രിയിൽ അടിയന്തരമായിട്ട് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതിന്റെ കിറ്റ് ഏർപ്പെടുത്തി നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവണം. ഡോക്ടർമാർ അവരുടെ മുമ്പിൽ വരുന്ന മുഴുവൻ കേസുകളെയും ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി എഴുതാനും തയ്യാറാവണം. ആ നിലയിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ തയ്യാറാവണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പഞ്ചായത്ത് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിനും ഔദ്യോഗികമായിട്ടുള്ള മറ്റ് അംഗീകാരങ്ങൾ, DPCയുടെ അംഗീകാരം അടക്കമുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ ഇതൊരു അടിയന്തര സാഹചര്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന ടെസ്റ്റിനുള്ള സംവിധാനവും ഫോഗിംഗ് മെഷീനും ഒക്കെ വാങ്ങാനുള്ള പണം പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം മരണപ്പെട്ട 2 കുടുംബങ്ങളിൽ ഒരാൾ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. പെരിങ്ങോട് സെന്ററിന് സമീപം കാറും സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പെരിങ്ങോട് സെന്ററിലായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തുനിന്ന് പെരിങ്ങോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ എത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറ്റൊരു ബൈക്കിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു.
പ്രവാസി കൂട്ടായ്മയായ ദമാം പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ തിരുവേഗപ്പുറ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പ്രവാസി കൂട്ടായ്മയായ ദമാം പട്ടാമ്പി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തിരുവേഗപ്പുറ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കൂട്ടായ്മ ഭാരവാഹികളിൽ നിന്നും തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് കെ റഷീദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എ വാപ്പു, ദമാം പട്ടാമ്പി കൂട്ടായ്മ അഡ്വൈസറി ബോർഡ് മെമ്പർ സക്കീർ പറമ്പിൽ, ട്രഷറർ ഷെബീർ കൊപ്പം, എ അഭിലാഷ്, മാസിൽ പട്ടാമ്പി, നൌഷാദ് മുതുതല, അബ്ദുറഹ്മാൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർഷിദ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി കൂട്ടായ്മയുടെ ട്രഷറർ ഷെബീർ ഇന്ന് ഈ പരിപാടി നിങ്ങളുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച മാസിൽ, അതുപോലെ തന്നെ അഭിലാഷ്, അബ്ദുറഹ്മാൻ, നൗഷാദ്, മറ്റ് കൂട്ടായ്മയിലെ എൻ്റെ പ്രവർത്തകർ, ദമാമിലെ പട്ടാമ്പി നിവാസികളായ 400 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് പട്ടാമ്പി കൂട്ടായ്മ. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മുതുതല പെരുമുടിയൂർ സ്വദേശി മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ നമ്പ്രം കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. 15 വയസ്സാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെരുമുടിയൂർ പ്രദേശത്തെ ഇറിഗേഷൻ പമ്പ് ഹൗസിന് സമീപത്താണ് കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയത്. ഇതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലെല്ലാം തിരച്ചിൽ ആരംഭിച്ചിരുന്നു. രാത്രി വൈകിയും തിരച്ചിൽ നടത്തി. എന്നാൽ വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. പൈലിപ്പുറത്തുമുള്ള മുങ്ങൽ വിദഗ്ധരും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സ്ഥലത്ത് നിന്നും മീറ്ററുകൾക്കകലെ മൃതദേഹം കണ്ടെത്തിയത്. മുഹമ്മദ് മോസിൻ MLA ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ അടിയൊഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. ഇതും തിരച്ചിലിനെ ബാധിച്ചിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.